കാണിക്കുന്ന പരിപാടി നോക്കിക്കോണേ നിങ്ങൾ. ഇതിനെ പാഷൻ എന്ന് പറഞ്ഞു ഞാൻ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ യൂസ്വൽ സൈക്കോ തിരുമ്പി വന്നിട്ടേ സുഹൃത്തുക്കളെ, തിരുമ്പി വന്നിട്ടേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. 2 ദിവസമായിട്ട് നല്ല മൂഡല്ലായിരുന്നു. നല്ല മൂഡില്ലായിരുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. പോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരുന്നല്ലോ അല്ലേ? വിഷുവൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? കമന്റ് ബോക്സ് ഉണ്ട്, പറ കേട്ടാ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ പറഞ്ഞ കണക്ക് 2 ദിവസം ഇച്ചിരി മടി പിടിച്ചിരിക്കുമായിരുന്നു. ഇന്ന് എണീറ്റപ്പോൾ തൊട്ട് നോക്കുക എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വാരി വലിച്ച് നോക്കിയിട്ടും കണ്ടന്റ് ഒന്നും ഇല്ലടേ. മെയിൻ സ്ട്രീം ചാനലൊക്കെ പോയി നോക്കി, വാർത്തകൾ ഇതിന്റെ കേസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വീഡിയോ ചെയ്തതായിരുന്നു ഇതിന്റെ വിഷയത്തിൽ തന്നെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റാമും ആ ടീച്ചറും ഒക്കെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നു. 2-നെതിരായിട്ടും പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. പോലീസുകാർ ലോൺ ആപ്പിനെതിരെ കേസ്. നമ്മൾ പറഞ്ഞതാ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. പുതുതായിട്ടൊന്നും പറയാനും ആ വിഷയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കോണ്ടന്റ് ഉണ്ടല്ലോ, നമ്മുടെ രേണുസുതി. രേണുസുതിയൊക്കെ എന്ത്, രേണുസുതിയെക്കാട്ടിലും ഒക്കെ അങ്ങേ എൻ്റെ പൊന്നെ ഒരു അക്കൗണ്ട് ഞാൻ കണ്ടു. ആ അക്കൗണ്ട് 2-3 ദിവസമായിട്ട് ഇവിടെ പല ആളുകൾ വീഡിയോ ഇങ്ങനെ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും വേണ്ട, ഇത് ചെയ്യണ്ട എന്നുള്ളൊരു മൂഡ് വെച്ച് ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. ഇന്ന് ഞാൻ ചുമ്മാ ഈ ഒരു അക്കൗണ്ട് കയറി നോക്കിയേ. അക്കൗണ്ട് കയറി നോക്കാൻ കാരണം ഞാൻ ഈ ഒരു വ്യക്തിയുടെ വേറൊരു വീഡിയോ കണ്ടു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ അക്കൗണ്ടിൽ കയറി നോക്കിയത്. നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് പരസ്യമായിട്ടിരുന്ന് ചീച്ചു കൊള്ളുന്നു ആ ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാണ് ഇവരുടെ അക്കൗണ്ടിൽ പോയി നോക്കിയത്. നോക്കിയപ്പോൾ ആ വീഡിയോ അവിടെ ഇല്ല, അത് മുക്കിക്കളഞ്ഞു. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് ഇവരുടെ എല്ലാ വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രേണുസുതി ഒന്നും അല്ല കേട്ടോ. രേണുസുതി ഒന്നും അല്ല. രേണുസുതി കാശിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അപരാധിച്ചു പോകുന്ന ഒരു വ്യക്തി. ഇത് അപരാധമൊന്നും അല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലേഡി, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, എനിക്ക് അവരുടെ പേര് പറയാൻ തന്നെ താല്പര്യമില്ല. അവരുടെ അക്കൗണ്ട് ഞാനിവിടെ കാണിക്കുമ്പോൾ അതിനകത്ത് പേരുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ ഭാഗം ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ കാശിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും. ഇത് തെമ്മാടിത്തരം എന്നല്ല പറയുന്നത്, മാനം വിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ച് അന്തസ്സുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അതൊന്നും അല്ല ചെയ്യുന്നത്. ഇത് മൂത്രം ഒഴിക്കുക പരസ്യമായിട്ട് വെറും അശ്ലീലം മാത്രം. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ പിള്ളേരുള്ളതല്ലേ, സ്കൂളിലുള്ള പിള്ളേരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരും. ഇതെന്തോ ഇപ്പൊ നടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അതാണ് ഞാൻ രേണുസുതിയൊക്കെ പിടിച്ചങ്ങോട്ട് ഇട്ടത്. പക്ഷെ അതൊക്കെ പിന്നെ പോട്ടെ. ഇത് ഞാൻ ഇവരുടെ അക്കൗണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് സംസാരിക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതാണ് ഇവരുടെ അക്കൗണ്ട്. പേര് കണ്ടല്ലോ, 38.3K, അതായത് 38,000-ന് മേളിൽ ഫോളോവേഴ്സ് ഉണ്ട്. 23 പോസ്റ്റേ ആകെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് 23 പോസ്റ്റേ ഉള്ളൂ. ഫോട്ടോസൊക്കെ കണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫോട്ടോസൊക്കെ അവരൊരു ഫാഷൻ, ഞാൻ അതിനെ അങ്ങനെ വിട്ട് കളഞ്ഞു. ആ ഫോട്ടോയൊക്കെ പോട്ടെ, ഫാഷന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നു, പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അവിടെ നമുക്കപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് പാടില്ല. ഒരു ഫാഷൻ ബ്ലോഗറോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാഷൻ സെൻസ് ഉള്ളവരോ, ഇല്ലെങ്കിൽ ഒരു ഈ ഫാഷൻ ഷോയ്ക്കൊക്കെ പോയി കാശുണ്ടാക്കുന്നവരില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ ഇതിനെ വിട്ടുകളഞ്ഞു. എന്നാൽ ഇവരുടെ മുഖത്തൊരു ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. മുഖം കാണിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. മുഖം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അറിയുമല്ലോ. അപ്പൊ എന്താണെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് അവർക്ക്. മുഖം കാണിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അക്കൗണ്ടൊക്കെ അടിച്ചു കളയണം. പോലീസുകാർ, സൈബർ സെല്ലൊക്കെ നേരിട്ട് ഇടപെടണം. കാരണം ഇവരിതിനകത്ത് കാണിക്കുന്നതൊക്കെ വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ്. അവരുടെ ആ ഫോട്ടോഷൂട്ട് ഞാൻ ഒരക്ഷരം പറയുന്നില്ല, അവരുടെ ഇഷ്ടം. അങ്ങനെ നമുക്കത് കണ്ടുവിടാം. പക്ഷെ ഇവിടെ വേറെ കുറച്ച് വീഡിയോകളുണ്ട്. ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പാട്ടിട്ട് ഇവർ നടന്നു പോകുന്നതാണ്. ഞാനത് കാണിക്കുന്നില്ല, കാരണം ആ പാട്ടിനൊക്കെ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതൊരു ഫോട്ടോ ആണ്. ഇതും ഫോട്ടോ പോട്ടെ, ഫാഷൻ. ഇത് കണ്ടോണേ നിങ്ങളെ.
കൊച്ചിൻ്റെ ചലഞ്ച് കണ്ടല്ലോ നിങ്ങൾ. ഇതിനെ ചലഞ്ച് എന്നാണോ വിളിക്കുന്നത്, തന്തയില്ലായ്മ എന്നാണോ വിളിക്കുന്നത്? കൊച്ചു പിള്ളേർ, സോറി ഞാൻ ഡിസ്ക്ലൈമർ പറയാൻ മറന്നുപോയി, കൊച്ചു പിള്ളേർ അടുത്തുണ്ടെങ്കിൽ പിള്ളേരെ ഒന്ന് മാറ്റി ഇരുത്തണേ. നിങ്ങൾ അതൊന്ന് ഹെഡ്സെറ്റ് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ കണ്ടിട്ട് നല്ല വർത്താനം പറയാനായിട്ട് എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കുക എന്നോട്. ഇതിനെയൊക്കെ അച്ഛനില്ലാത്ത പരിപാടി എന്നല്ലേ പറയണ്ടേ, അല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ ഇതിനെയൊക്കെ? ഒരു പെങ്കൊച്ചു, അവക്കറിയാം തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്, ഇത് ഫേസും കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കുടുംബക്കാർക്ക് നാണക്കേട്, എനിക്ക് നാണക്കേടെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് പൈസ വേണം, റീച്ച് വേണം, അതുകൊണ്ട് മുഖം മറച്ച് ഞാനത് ഈ വൃത്തികേടുകൾ കാണിക്കുന്നു. സ്വന്തം അടിവസ്ത്രമൂരി ചലഞ്ചാണെന്ന് കറക്കി നടക്കുന്നു. ഇതിനെയൊക്കെ എന്താ പറയണ്ടേ? ഇതിന്റെ വേറൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എൻ്റെ കയ്യിൽ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ 1-2 യൂട്യൂബേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് അയച്ചു തന്നു. പക്ഷെ ഈ വ്യക്തി തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഞാനടുത്ത് കാണിക്കുന്നില്ല. അവർക്ക് പരസ്യമായിട്ട് മൂത്രം ഒഴിക്കണം, അതൊക്കെയാണ് അവരുടെ ചലഞ്ച്. എന്നിട്ട് ഏതൊരു ആപ്പിലാണ് ഇതൊക്കെ ഇടുന്നത്, ആ ആപ്പിലോട്ട് വരും മൊത്തം കാണാമെന്നും പറഞ്ഞ്. എടി ഇതിനെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് ദൂരെ കളയണം. ഇപ്പം നമുക്കറിയാം, മറ്റേ പർപ്പിൾ എന്ന് പറഞ്ഞൊരു വ്യക്തി, അവരുടെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ പരിപാടി, എന്തിന് സബ്സ്ക്രിപ്ഷൻ, ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ്ലി അവരുടെ അടുത്ത് തൂക്കി കളഞ്ഞു. അവരുടെ അക്കൗണ്ട് ഇല്ല ഇപ്പോൾ. അതെനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമായിട്ട് ചെയ്തതായിരിക്കത്തില്ല, ഒരുപാട് റിപ്പോർട്ടുകളും പരാതികളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ചെയ്തതായിരിക്കും. അതുപോലെ കളയേണ്ട വേറൊരു ഐറ്റമാണിത് ഇതൊക്കെ. ഇതിനെയൊക്കെ ഫാഷൻ എന്ന് പറഞ്ഞ് എനിക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇതിനെയൊക്കെ ഫാഷനാന്ന് പറഞ്ഞ്? ആ ഫോട്ടോസ് വേണമെങ്കിൽ ഫാഷൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പിള്ളേർ നമുക്ക് വേണമെങ്കിൽ പറയാം, പിള്ളേർ ചീത്തയാവും, അതാണ് ഇതാണ്, ഇങ്ങനത്തെ ഒന്നും പാടില്ല എന്ന് ഞാനും വേണമെങ്കിൽ പറയാം. പക്ഷേ വേറൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഫാഷൻ, ആ വോട്ട എന്തെങ്കിലും തേങ്ങ കാണിക്കും. പക്ഷേ ഈ റീലുകൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും എനിക്ക് പറ്റത്തില്ല. ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തു, എന്നെ കൊണ്ട് പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്യാത്തവർ പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറ. ഈ തെമ്മാടിത്തരത്തിനെയൊക്കെ അടിവസ്ത്രം ഊരി കാണിച്ച് ചലഞ്ച്, ഇവിടെ പല ചലഞ്ചുകളും നമ്മൾ കാണുന്നുണ്ട്, പല ചലഞ്ചുകളും മറ്റേ പ്രാങ്കുകളും ഒക്കെ കാണുന്നുണ്ട്. പോട്ടേന്ന് വെക്കാടെ, പക്ഷെ ഇതിനെയൊക്കെ പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. അടുത്ത കാണും. കാണിക്കുന്ന പരിപാടി നോക്കിക്കോണേ നിങ്ങൾ. ഇതിനെ പാഷൻ എന്ന് പറഞ്ഞ് ഞാൻ സൗണ്ട് കുറച്ചതാ, അപ്പം പുറയിലൊരു മ്യൂസിക് എന്തുവാ കോപ്പിറൈറ്റ് പേടിച്ച് ഞാനത് കളഞ്ഞതാണേ. ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മൂത്രമൊഴിക്കുന്നത് വിട്, നേരെ ഫോണും എടുത്തോണ്ട് പോയി ഇരുന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട്, വ്യൂസിന് വേണ്ടിയിട്ട് കുനിഞ്ഞിരുന്നിട്ട് ഫോട്ടോ എടുത്ത്, എടാ എന്താ നമ്മുടെ ഈ കാലത്തിന്റെ പ്രശ്നമാണോ അതോ ചില മനുഷ്യരുടെ പ്രശ്നമാണോ? റീച്ചിന് വേണ്ടി ആ ഒരു സാധനം തലേ കയറിയത് കൊണ്ടുള്ള പ്രശ്നമാണോ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ മോന്തായം നമ്മളാരും കാണുന്നില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ അച്ഛനും അമ്മയും അവരൊക്കെ ഇത് അറിഞ്ഞിട്ടാണ് ഈ പരിപാടി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനെയൊക്കെ മുരുക്കും പത്തൽ, അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ടെങ്കിലാ മുരുക്കും പത്തലുണ്ടല്ലോ, വലിച്ചു കീറി ഒട്ടിക്കണം ഇതിനെയൊക്കെ. എൻ്റെ പൊന്നുമോളെ, റീച്ചിന് വേണ്ടി നീ മാസ്ക് അങ്ങ് ഊര്, അപ്പം നിനക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടും. നീ എന്തിനാ പേടിക്കുന്നേ? നീ മാസ്ക് അങ്ങ് ഊരിക്കള, എന്നിട്ട് ഇറങ്ങ്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ വ്യൂസ് കിട്ടും, ഉറപ്പാ വ്യൂസ് കൂടുതൽ കിട്ടും, കുറച്ച് തന്തയ്ക്ക് വിളിയും കൂടുതൽ കിട്ടും. എന്താണെങ്കിലും നിനക്ക് കാശ് മതിയല്ലോ. സ്വന്തം അടിവസ്ത്രം ഊരി കാണിക്കുക, കുനിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്തിട്ട്. ഇതിനെക്കാട്ടിലും നല്ല നീ വേറെ വല്ല പണിക്കും പോകുന്നത് നല്ലതെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നില്ല, നാട്ടുകാർ പറഞ്ഞോട്ടെ. അടുത്തൊരു സാധനം കണ്ടു. നല്ല അക്കൗണ്ട്. അടുത്തത് ഇതൊക്കെ ഫാഷൻ പോട്ടെ, ഫാഷൻ അങ്ങനെ വിടാം. പക്ഷെ ഇവളുടെ വീഡിയോകൾ അടുത്ത സാധനം. കമന്റിൽ നാട്ടുകാരെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ. നുണഞ്ഞു കഴിക്കുന്നതിന് ഐസ്ക്രീം 2ാം സ്ഥാനം, 1ാം സ്ഥാനം ഏതിനാന്ന് നോക്കട്ടെ. കോലുമിഠായി, ലോലിപോപ്പ്, പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ചന്ദ്രനെ അറിയാമോ നീയാ? സിപ്പപ്പ് പറഞ്ഞിട്ട്
താമരപ്പൂ കന്നു. നീ ഉദ്ദേശിച്ചത് തന്നെ തേൻ പൂ പൂ. വേണ്ട, എനിക്ക് ആ കമന്റ് ബോക്സ് കാണിക്കണ്ട. ഈ നമുക്ക് അടുത്തൊരെണ്ണം കാണാം. പാല് കുടിക്കുന്നത് മോക്ക് ഇഷ്ടമാണെന്ന്. മോളെ വീട്ടിലൊരു പറവാന്ന് ഒരു കറവ പശുവിനെ മേടിച്ച് കെട്ട്. എന്നിട്ട് രാവിലെ അച്ഛനോട് പോയി കറക്കാൻ പറ. എന്നിട്ട് കുറച്ച് മോളത് കണ്ട് പഠിക്കുക എങ്ങനെ അച്ഛൻ കറക്കുന്നതെന്ന്. എന്നിട്ട് മോള് ചെന്നിട്ട് കറക്കണ്ട. വേണ്ട, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. ഇല്ലേ? അല്ല, ഇതെന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡബിൾ മീനിങ്ങിലുള്ള വേറൊരു സാധനം. ആൾക്കാർ കമന്റ് ഇട്ട് അങ്ങോട്ട് കൂട്ടണം, അങ്ങനെ അങ്ങോട്ട് റീച്ച് കൂടണം. അതാണ് കുഞ്ഞിന്റെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നുമല്ല. അതെ, അടുത്ത ഓരോ സാധനങ്ങൾ കണ്ടോണേ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാന്ന് തോന്നുന്നു. വേണ്ട, ഒന്നും കേൾപ്പിക്കുന്നില്ല. ഓഹ് വേണ്ട, മ്യൂസിക്കാ. എന്തുവാടേ ഇത്? എന്തുവാ ഇത്? പിള്ളേരൊന്നും എടുത്തിരിപ്പുണ്ടെങ്കിൽ കാണല്ലേ വീഡിയോ. പിള്ളേരെയൊക്കെ മാറ്റിയെടുത്ത് ഇതൊക്കെ ഇങ്ങനെയുള്ളതിനെയൊന്നും പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ ഈ കാണിച്ചു തരുന്നത് ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതാ ആ പേര് പോലും ഞാൻ എൻ്റെ വായിൽ നിന്ന് പോലും വീഴാത്തത് കേട്ടോ. ഫുള്ള് വീഡിയോ ആപ്പിലുണ്ട്, കയറി കാണാൻ മറക്കല്ല. ആപ്പിലല്ല നിന്റെ അടുത്ത എന്തോ ഒരു സാധനം. എന്താണിത്? ഓ, പാട്ടാ ഇത്. ഞാൻ പറഞ്ഞില്ല, ഇത് കംപ്ലീറ്റ്ലി മുഖം മറച്ചുള്ള അപരാധം. കാശുണ്ടാക്കാൻ വേണ്ടി ഇവളൊക്കെ നാളെ എന്തൊക്കെ കാണിക്കും. സമൂഹത്തിന് ചീത്തപ്പേരാന്നും പറയാൻ ഞാനില്ല. അടുത്ത എന്തുവാ? അടുത്തത് ഇത് തന്നെ. എവിടേക്കോ ചോദ്യം ചോദിക്കേ. അല്ല, കമന്റ് നാട്ടുകാരോട് ചോദിക്കണ്ട. വീട്ടിൽ അച്ഛനുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. അച്ഛാ എങ്ങനെയാ അച്ഛാ പരിപാടി കഴിയുമ്പം എന്താ പറയണ്ടേ ഇതിനോടൊക്കെ? എന്താ ഇതിനെയൊക്കെ പറയണ്ടേ? ഈ സബ്സ്ക്രിപ്ഷനിൽ മാത്രമാണ് വൃത്തികേടുകൾ കാണിക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ. ഇത് അതൊക്കെ പിന്നെ പോട്ടേന്ന് നോക്കാം. ഇത് എന്തുവാ ഇതെന്തോ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടിരുന്ന് കാണിക്കുന്നത്? ഇതൊക്കെ ഏതാ? ഇതിനെയൊക്കെ വേണം സത്യം പറഞ്ഞാൽ ആദ്യമേ പോലീസ് പിടിക്കാൻ. സത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നില്ല? ആദ്യമേ തന്നെ പോലീസ് പിടിക്കുന്ന മാത്രമല്ല, ഇതിൻ്റെയൊക്കെ അക്കൗണ്ട് അടിച്ചു കളയണം. ഈ സാധനത്തിലൊന്നും പിന്നെ ഒരിക്കലും മെറ്റയുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും ഇതിനെ ഒന്നും കാണിക്കരുത്. പിന്നെ ഇതൊന്നും. കാരണം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കൂടെ? ഇതേ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ. ഇതൊന്നും വേണ്ട. ഞാൻ പാട്ടൊന്നും കേൾപ്പിക്കുന്നില്ല. എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. കഴിഞ്ഞ് അവളുടെ അപരാധ സംസാരവും അവളുടെ കാണിക്കലും തീർന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും ഇറങ്ങരുത്. ഇൻസ്റ്റഗ്രാമിലൊന്നും ഇതിനെ ഒന്നും ഈ ഫോളോ ചെയ്തും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാണാൻ അത്രയും കടിപിടിച്ച് മൂത്തിരിക്കുന്നവന്മാർ പോയി വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്ത് നീയൊക്കെ കണ്ടോ? അല്ല, ഇനിയിപ്പോൾ അങ്ങനെയുള്ളവന്മാർ കാണും. അങ്ങനെ വല്ലതും ചെയ്യും. ഈ ഫോളോ ചെയ്ത് ഇടാതെ ഇതിനെയൊക്കെ പ്രോത്സാഹനമാണ്. നാളെ നിൻ്റെയൊക്കെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, അവർ കണ്ടിട്ട് ചീത്തയാവുമെന്നല്ല ഞാൻ പറയുന്നത്. അവർ കണ്ടിട്ട് അവർ നാളെ ഇതൊക്കെ തുടങ്ങും. അപ്പം നാട്ടുകാരുടെ ഫ്രണ്ട് ഇപ്പം ഇത് മുഖം മറച്ചിട്ടാണ് ചെയ്യുന്നത്. നാളെ നിങ്ങളുടെയൊക്കെ പിള്ളേരുണ്ടല്ലോ, മുഖം മറയ്ക്കാതെ ഈ സാധനമൊക്കെ ചെയ്യും. സോഷ്യൽ മീഡിയ കാശ് റീച്ചെന്നും പറഞ്ഞു. എന്തുവാ പറയണ്ടേ ഇതിനെയൊക്കെ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഡാഡി ഇല്ലാത്ത പരിപാടിയെന്ന് മാത്രമേ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.